US ഇറാൻ സംഘർഷത്തിനിടെ ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പണത്തിന് മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും വാഷിംഗ്ടൺ ഇപ്പോൾ ഇറാന്റെ ബാങ്കറെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാണെന്നും രാജ്യത്ത് കനത്ത നാണയപ്പെരുപ്പം നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ കറൻസിക്ക് യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയാണെന്നും സൈനികർക്ക് ശമ്പളം പോലും നൽകാൻ കഴിയാത്തതിനാൽ അവർ കൂട്ടത്തോടെ രാജ്യം വിട്ടുപോകുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിൽ ഇറാനെ നേരിടാൻ അമേരിക്കയുടെ പക്കൽ 3 തന്ത്രങ്ങളുണ്ടെന്നും ട്രംപ് വിശദീകരിച്ചു. നിലവിലുള്ള സാമ്പത്തിക സമ്മർദ്ദം തുടരുക, രാജ്യത്തിനെതിരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുക, അല്ലെങ്കിൽ ഉപരോധങ്ങളിലൂടെ അവരുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുക എന്നിവയാണവ. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയുക എന്നതാണ് തന്റെ പ്രഥമ ലക്ഷ്യമെന്നും ഇതിനായി അമേരിക്കൻ സൈനിക നടപടികൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ നൽകുന്നത്.